എണീറ്റടി, അവൾ പൊന്നെണീച്ച. അയ്യോ, എൻ്റെ ഈശോയെ. അന്നമോൾക്ക് ഇന്ന് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ പഠിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തില്ല. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് വന്നിട്ട് ഉടനെ തന്നെ ചോറ് തിളപ്പിച്ച് അടച്ചു കേട്ടോ. ഒന്നാം തിരിച്ചിട്ട് നേരം പോയിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ നേരം പോയി നേരത്തെ ഇടിയപ്പത്തിന് കുഴയ്ക്കാനും ഇടിയപ്പം ഉണ്ടാക്കാനും നിൽക്കരുത്. വേഗം കൂന്തലേറിയൊക്കെ ചൂടാക്കി വന്നപ്പോഴത്തേനും എന്താ എൽസും എണീറ്റ് വന്നു. ചേട്ടന് ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വിളിച്ചില്ല. ഞങ്ങൾക്ക് ഇന്ന് 6 മാസമായല്ലോ. ചേട്ടനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനുവേട്ടനല്ല, എൽസു ജോക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ കങ്കാരു ബാഗിലാക്കിയിട്ട് വന്നിട്ട് നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ കൂടുതൽ നേരം ഇവളെ എടുത്തിട്ട് ഇങ്ങനെ പാചകം ചെയ്യാന്നുള്ള കാര്യം ഈ ബാഗിൻ്റെ അകത്ത് നടക്കുന്ന കാര്യമല്ല. ഈ ബാഗും തൂക്കിയിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ വേഗം ചേട്ടനെ വിളിച്ചു. ചേട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതിലിട്ടിട്ട് ഞാൻ കങ്കാരു ബാഗിൽ ഇട്ടിട്ട് ഞാൻ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ആക്കി എടുത്തു. പിന്നെ കുഞ്ഞുവാവിനെ കൊണ്ട് കൊടുത്ത ശേഷം ഞാൻ ഇടിയപ്പമൊക്കെ വേഗം ഉണ്ടാക്കി. പിന്നെ അങ്ങ് ഭ്രാന്ത് പിടിച്ചാലെ പറന്നിടന്ന് പണിയെടുക്കുമായിരുന്നു. അതിനിടയ്ക്ക് അന്നമോൾ കഴിഞ്ഞ ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്കിന് ഒപ്പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പപ്പടയിൽ കുഞ്ഞാവ ചെയ്തുകൊണ്ട് അമ്മ ഒപ്പിട്ടാന്നും പറഞ്ഞു വേഗം വന്നു. കണ്ടിട്ട് ജോക്കൂട്ടൻ എണീറ്റു. തക്കാളി അല്ലല്ലോ അച്ചിങ്ങ സെറ്റായി. ചിക്കൻ വറുത്തെടുത്തു. പിന്നെ ഇടിയപ്പത്തിനുള്ള മുട്ടക്കറിക്കുള്ള പാലും തേങ്ങയൊക്കെ ആക്കി എടുത്തു. അങ്ങനെ വേഗം ഇടിയപ്പമായി, ചിക്കനായി, കറിയായി, ലഞ്ച് ബോക്സായി, ബ്രേക്ക്ഫാസ്റ്റ്